Welcome to Qubit Academy. നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചർ എന്നുള്ളൊരു ആശയം വരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയത്തിന് തുടക്കം കുറിക്കുന്ന കേശവാനന്ദ ഭാരതി കേസാണ്. അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സമ്മാനമായി ഇന്ത്യൻ സമൂഹത്തിന് കിട്ടിയ ഒന്നായിരുന്നു ജമീന്ദാരി സിസ്റ്റം അഥവാ ജന്മി കുടിയാൻ വ്യവസ്ഥ. ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ടിലൂടെ 9th ഷെഡ്യൂൾ അഥവാ ലാൻഡ് റിഫോംസ് പാസ്സാക്കുന്നത്. എന്തായിരുന്നു ഈ ലാൻഡ് റിഫോംസിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് അഥവാ ജന്മിമാരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കുടിയാന്മാരിലേക്ക് കൊടുക്കുക, ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ അന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫ് പ്രകാരവും ആർട്ടിക്കിൾ 31 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്ന പൂർണ്ണമായിട്ടും ഒരു മൗലികാവകാശമാണ്. ആദ്യകാലങ്ങളിൽ പല ജന്മിമാരുടെ അടുത്തേക്കും എത്തുന്നു, ഭൂമി പിടിച്ചെടുക്കുന്നു, കുടിയാന്മാരിലേക്കും കൊടുക്കുന്നു. അങ്ങനെ ഈ നിയമം ഏറ്റവും മെല്ലെ മെല്ലെ കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ള പേരിൽ കേരളത്തിലും എത്തുന്നു. കാസർഗോഡുള്ള സന്യാസിവര്യനായ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൂമിയും പിടിച്ചെടുക്കുന്നു. എന്നാൽ അത്യാവശ്യം നിയമത്തിൽ വശമുണ്ടായിരുന്ന കേശവാനന്ദ ഭാരതി മറ്റാളുകളെ പോലെ ഒതുങ്ങിയിരിക്കാൻ തയ്യാറാവുന്നില്ല. കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന 1ാം ഭേദഗതിയും തൻ്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിനെയും ആർട്ടിക്കിൾ 31 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ലംഘിച്ചു എന്നും അത് ആർട്ടിക്കിൾ 13 പ്രകാരം പരിഹരിക്കണമെന്നും പറഞ്ഞാണ് കേശവാനന്ദ ഭാരതി അന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ഏപ്രിൽ 24 എന്നുള്ള ആ വിധിയിൽ കൂടെയാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയവും സുപ്രീം കോടതി ഉരുത്തിരിഞ്ഞ് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. കൂടാതെ പല കേസുകളിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പലതവണ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് ആ ബേസിക് സ്ട്രക്ചർ, ഏതൊക്കെ കേസിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഏറ്റവും അവസാനമായി ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളെയാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബേസിക് സ്ട്രക്ചറായി കണക്കാക്കുന്നത്, അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിന് ഒരു അമെൻമെൻറ്റിലൂടെ വ്യത്യാസം വരുത്താൻ സാധിക്കാത്ത എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും മാറ്റാൻ പാർലമെൻറ്റിന് അധികാരം കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ അഥവാ അന്തസത്തയെ മാത്രം തുടരുത് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു വയ്ക്കുന്നു. എന്താണ് ആ അന്തസത്ത? ഏതൊക്കെ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. There is no mention of the term basic structure anywhere in the Constitution of India. അതായത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെവിടെയും ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ചരിത്രപരമായി നടന്ന പല പല കേസുകളിലൂടെയാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അത് ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നു, ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ വലുപ്പം കൂടിക്കൂടി കൊണ്ടുവരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ആദ്യമായിട്ട് ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം സുപ്രീം കോടതി കൊണ്ടുവരുന്നത്. അന്ന് എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ള സുപ്രീം കോടതി ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് നടക്കുന്ന ഓരോ കേസുകളിലും ബേസിക് സ്ട്രക്ചറിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്ന കാര്യം, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ മാറ്റാൻ ആർക്ക് അധികാരമില്ല? ഇന്ത്യൻ പാർലമെൻറ്റിന് യാതൊരു തരത്തിലും അധികാരമില്ല എന്ന് ആരെ ഓർമ്മിപ്പിക്കുന്നു? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പോകാം. ആദ്യത്തെ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് കേശവാനന്ദ ഭാരതി കേസിലാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം പ്രധാനമായിട്ടും സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം 1973 നടന്ന കേശവാനന്ദ ഭാരതി കേസിന് 3 ഇമ്പോർട്ടൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശമല്ല എന്ന് പറഞ്ഞത്. 2, പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമുണ്ട് എന്ന് പറഞ്ഞതും കേശവാനന്ദ ഭാരതി കേസിനെ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കേസാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം ഏതിൻ്റെ ഭാഗമായി മാറുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി മാറുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ could not be abrogated even by a constitutional amendment. അതായത്
ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതിനെ എടുത്തു മാറ്റാൻ സാധിക്കില്ല? ഈ ബേസിക് സ്ട്രക്ചറിനെ എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല എന്നാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. അന്ന് പ്രധാനമായിട്ടും കേശവാനന്ദ ഭാരതി കേസിലൂടെ പ്രധാനമായിട്ടും എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി ഡിഫൈൻ ചെയ്യുന്നു. അതിൽ ആദ്യം പറയുന്നത് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എപ്പോഴും ആരാണ്? ഇന്ത്യൻ ഭരണഘടനയാണ് എന്നുള്ളതാണ്. നിയമത്തിൻ്റെ അവസാന വാക്കാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയ്ക്കും താഴെ മാത്രമാണ് സുപ്രീം കോടതിയും പാർലമെൻറ്റും എക്സിക്യൂട്ടീവും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും ആരെയും ലംഘിക്കാൻ പാടില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കാൻ പാടില്ല. അത് ഏതിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. 2, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തിൻ്റെ പരമാധികാരം അതുപോലെ തന്നെ ഐക്യം തുടങ്ങിയവ ഏതിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു? ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഭാഗമായി കണക്കാക്കുന്നു. കൂടാതെ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെഡറൽ ക്യാരക്ടർ. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഫെഡറലല്ല, പകരം നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഏത്? ക്വാസി ഫെഡറൽ. ഓക്കെ, എന്താണ് ക്വാസി ഫെഡറൽ? അതായത് ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സും ഒരുപോലെ ഉണ്ട്. അതിലെ ഫെഡറൽ ഫീച്ചേഴ്സ് ഏതിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സെക്കുലർ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മതേതരത്വം എന്ന ആശയം, കൂടാതെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങളുടെ വിഭജനം, ഇൻഡിവിജ്വൽ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഏതിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു? ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കേശവാനന്ദ ഭാരതി കേസിന് മുമ്പും നടന്നൊരു കേസാണ് ശങ്കരി പ്രസാദ് കേസ് 1951 എന്ന് വിളിക്കുന്നത്. അന്ന് ബേസിക് സ്ട്രക്ചർ എന്നുള്ളൊരു ആശയം സുപ്രീം കോടതി നേരിട്ട് പറയുന്നില്ലെങ്കിൽ സുപ്രീം കോടതി മറ്റൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണത്? ഇൻ ദിസ് കേസ് ദ സുപ്രീം കോർട്ട് കണ്ടെയ്ൻഡ് ദാറ്റ് ദ പാർലമെൻറ്റ് പവർ ഓഫ് ദ അമെൻഡിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 368 ഇൻക്ലൂഡഡ് ദി പവർ ടു അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ പാർട്ട് 3 ആസ് വെൽ. അതായത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണുള്ളത്. അതുകൊണ്ട് പാർലമെൻറ്റ് എന്തിനും വ്യത്യാസം വരുത്താം? മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും വ്യത്യാസം വരുത്താം എന്നുള്ളതായിരുന്നു ശങ്കരി പ്രസാദ് കേസിൽ 1951 നടന്ന ശങ്കരി പ്രസാദ് കേസിൽ ആരുടെ വിധി? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വിധി എന്ന് വിളിക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് സാജൻ സിംഗ് കേസ് 1965. ഇവിടെ എന്താണ് പറയുന്നത്? ഇൻ ദിസ് കേസ് ഓൾസോ ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. It is noteworthy to point out that 2 dissenting judges in this case remark what other the fundamental rights of citizen could be become a plaything of the majority party in the parliament. അതായത് ഈ കേസിലും മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാം? പാർലമെൻറ്റിന് മാറ്റാൻ പൂർണ്ണമായും അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ബെഞ്ചിലിരുന്ന 2 ജഡ്ജസ് ഇതിനെതിരെ പറയുന്നുണ്ട്. അങ്ങനെ മാറ്റാനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം ഉണ്ടാവുന്നത് ആ പാർട്ടി തീരുമാനിക്കുന്ന കളിപ്പാവകളായിട്ട് ഏത് മാറും? മൗലികാവകാശങ്ങൾ മാറും എന്നുള്ളൊരാശയം സാജൻ സിംഗ് കേസ് 1965 ആര് പറഞ്ഞു വയ്ക്കുന്നുണ്ട്? സുപ്രീം കോടതി ഇൻഡയറക്ട്ലി പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അത് ഭൂരിപക്ഷമുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നില്ല, വെറും 2 പേര് മാത്രമാണ് അന്ന് ഇതിനെ എതിർക്കുന്നതെങ്കിലും ആ പറഞ്ഞതിൽ ചെറുതായിട്ടെങ്കിലും ഒരു ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നും. കാരണം മൗലികാവകാശങ്ങൾ മാറ്റാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷത്തിലൊരു പാർട്ടി ലോക്സഭയിലും രാജ്യസഭയിലും സീറ്റുകൾ ഉറപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് മാറ്റാൻ പറ്റും? മൗലികാവകാശങ്ങൾ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്തരമൊരു പ്രശ്നം വന്നത് സാജൻ സിംഗ് കേസ് 1965 അതിനുശേഷം നടന്നതാണ് ഗോലക്നാഥ് കേസ്. 1967 ഏത് നടക്കുന്നത്? ഗോലക്നാഥ് കേസ് നടക്കുന്നത്. ഗോലക്നാഥ് കേസിൽ എന്താണ് പറയുന്നത്? ഇൻ ദിസ് കേസ് the court reversed its earlier stance that the fundamental rights can be amended. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വ്യത്യാസം വരുന്നത്. എന്താണ്? ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആർ നോട്ട് അമെൻഡബിൾ പാർലമെൻ്ററി റെസ്ട്രിക്ഷൻസ് ആൻഡ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 13 ആൻഡ് ദാറ്റ് ടു അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വുഡ് ബി റിക്വയർഡ്. അതായത് ആദ്യകാല കേസുകളിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ഇന്ത്യൻ പാർലമെൻറ്റിന് മൗലികാവകാശങ്ങളിൽ വ്യത്യാസം വരുത്താൻ പൂർണ്ണമായ അവകാശമുണ്ടായിരുന്നു എന്നാണെങ്കിൽ
ഗോലക്നാഥ് കേസിൽ ആ വിധി മാറ്റി പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 13 പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ ആണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നമുക്കറിയാം, മൗലികാവകാശങ്ങൾക്കെതിരായിട്ടൊരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ വേണ്ട എന്ന് വയ്ക്കാനുള്ള സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ അധികാരമാണത്. സോ ഈ കേസിൽ സുപ്രീം കോർട്ട് പറയുന്നു, ആർട്ടിക്കിൾ 13 പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 13ൻ്റെ ശക്തമായ വായനയിലൂടെ നോക്കുമ്പോൾ ഒരു കാരണവശാലും മൗലികാവകാശങ്ങളിൽ വ്യത്യാസം വരുത്താനുള്ള അവകാശം ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ഇന്ത്യൻ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ മൗലികാവകാശങ്ങളിൽ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആവശ്യമാണ് എന്ന് പറയുന്നു, അല്ലേ? നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ് ഏത് നിർമ്മിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നിലവിൽ വന്നൊരു സ്ഥാപനം മാത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ മൗലികാവകാശങ്ങളിൽ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആരാവശ്യമാണ്? ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആവശ്യമാണ് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? ഗോലക്നാഥ് കേസിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഗോലക്നാഥ് കേസിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ എന്തുകൂടി പറയുന്നുണ്ട്? ആൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ആർട്ടിക്കിൾ 368 gives the procedure to amend the constitution but does not confer on the parliament to power the amend the constitution. This case conferred by upon fundamental rights a transcendental position. അതായത് സുപ്രീം കോർട്ട് പറയുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചേക്കുക, ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഭേദഗതി പാർലമെൻറ്റ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ കാര്യം എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പോൾ പാർലമെൻറ്റിന് ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മൗലികാവകാശങ്ങൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അവകാശങ്ങളായതുകൊണ്ട് അതിനെ അമെൻഡ് ചെയ്യേണ്ട അവകാശം ആർക്കില്ല? പാർലമെൻറ്റിനില്ല. ഓക്കെ, ഇതാണ് സുപ്രീം കോർട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 എന്താണ് പറയുന്നത്? വെരി സിമ്പിൾ, ഇന്ത്യൻ ഭരണഘടന എങ്ങനെ അമെൻഡ് ചെയ്യണം. പക്ഷേ ആര് അമെൻഡ് ചെയ്യണം? ഹൂ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഓൺലി വൺ ക്വസ്റ്റ്യൻ, ഹൗ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ദ ആൻസർ ഈസ് ആർട്ടിക്കിൾ 368. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആ കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇറ്റ്സ് സൈലൻറ്റ്. അതിനെക്കുറിച്ച് ആരും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? ഇന്ത്യൻ പാർലമെൻറ്റിനില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? മൗലികാവകാശങ്ങൾ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നില്ല? ഇന്ത്യൻ പാർലമെൻറ്റിന് കൊടുക്കുന്നില്ല. ഇതാണ് ഏത് കേസിൽ പറയുന്നത്? ഗോലക്നാഥ് കേസ് 1967 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. യെസ്, പിന്നീട് വരുന്നതാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് 1973. 1973 നടന്ന കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോർട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നുള്ളൊരു ആശയത്തെ കൊണ്ടുവരുന്നത്. എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു അന്തസത്തയുണ്ട്. അതായത് അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ആൻഡ് സുപ്രീം കോടതി പറയുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വരുത്താമോ? യെസ്, അബ്സല്യൂട്ട്ലി യെസ്, പൂർണ്ണമായിട്ടും വ്യത്യാസം വരുത്താൻ എന്നുണ്ട്, അവകാശമുണ്ട്. പക്ഷേ എന്തിനെ ലംഘിക്കാൻ പാടില്ല? ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റില്ല. ഓക്കെ, സോ വ്യത്യാസം വരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, അബ്സല്യൂട്ട്ലി യെസ്, പൂർണ്ണമായിട്ടും അമെൻഡ് ചെയ്യാൻ എന്തുണ്ട്? അവകാശമുണ്ട്. പക്ഷെ അമെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ, അതായത് അതിൻ്റെ ഫൗണ്ടേഷനെ, അതിൻ്റെ സ്വഭാവത്തെ, ഇന്ത്യൻ ഭരണഘടനാ സ്വഭാവം ലൈക്ക് പ്രിയാമ്പിൾ, അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഈക്വാളിറ്റി, ജസ്റ്റിസ്, ഇതിനെ ഒന്നും വ്യത്യാസം വരുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നാര് പറയുന്നുണ്ട്? പാർലമെൻറ്റ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ഓൾ ത്രൂ no part of the constitution including fundamental rights was beyond the parliament amendment power. The basic structure of the constitution could not be abrogated even by the constitutional amendment. അതായത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ പോലും ഏതിനെ എടുത്തു മാറ്റാൻ സാധ്യമല്ല? ബേസിക് സ്ട്രക്ചറിനെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ എടുത്തു മാറ്റാൻ എന്തല്ല? സാധ്യമല്ല എന്നാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. പിന്നെ വരുന്നതാണ് ഇത് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായൺ കേസ് 1975. അതായത്
1975 39ാമത്തെ അമെൻമെൻറ്റ് ആക്ട് നടക്കുന്നത്. അതായത് അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് രാജനാരായണൻ മത്സരിക്കുന്നത്. അങ്ങനെ ഇലക്ഷൻസിൽ എന്ത് ചെയ്യുന്നു? ഇന്ദിരാഗാന്ധി ജയിക്കുന്നു. ഇന്ദിരാഗാന്ധി ജയിച്ച സമയത്ത് അലഹബാദ് ഹൈക്കോർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? രാജനാരായണൻ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഇലക്ഷൻസിന് വേണ്ടിയിട്ട്, അതായത് ആളുകളെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ വേണ്ടി എന്ത് ചെയ്തു? പബ്ലിക് വെഹിക്കിൾസ് എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അലഹബാദ് ഹൈക്കോർട്ടിൽ നിന്ന് കേസ് ഫയൽ ചെയ്യുന്നത്. കേസിൻ്റെ വിധിയായിട്ട് പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ആ സ്ഥാനത്ത് നിന്ന് റദ്ദാക്കണമെന്നാണ് അലഹബാദ് ഹൈക്കോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി ആരെ സമീപിക്കുന്നു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നു. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറയുന്നു ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്താക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഇനി വരുന്ന, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ വോട്ട് ചെയ്യാൻ അവകാശം ആർക്കുണ്ടാവില്ല എന്ന് പറയുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഉണ്ടാവില്ല, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റില്ല, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാവില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 329A പുതിയൊരു ക്ലോസ് വയ്ക്കുന്നു, ക്ലോസ് 4. എന്താണ് ക്ലോസ് 4? ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ഒഫൻസസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. പക്ഷേ പിന്നീട് നടന്ന കേസ്, അഥവാ ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജനാരായണൻ കേസ് 1975 എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോർട്ട് ലംഘിക്കുന്നുണ്ട്. അതായത് ഈ കേസിൻ്റെ ഭാഗത്തിന് ശേഷം ആണ് ഇത്തരമൊരു അമെൻമെൻറ്റ് പാസ്സാക്കുന്നതും ഇതിനെ പിന്നീട് സുപ്രീം കോർട്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലാകെ 3 പേർക്കെതിരെയാണ് ക്രിമിനൽ ഒഫൻസ് ഫയൽ ചെയ്യാത്തുള്ളൂ. ഒന്ന് നമുക്കറിയാം ആരാണ്? പ്രസിഡൻ്റാണ്. 2 ഗവർണറാണ്. 3 ഡിപ്ലോമാറ്റ്സ് ആണ്. ബാക്കി ആർക്കെതിരെയും ഇന്ത്യയിൽ കേസുകൾ ഫയൽ ചെയ്യാം. ഒരിക്കലും പ്രധാനമന്ത്രി എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് ആരുടെ വിധി എന്ന് വിളിക്കുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വിധി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മിനർവ മിൽസ് കേസ് 1980. ഇതിലെന്താണ് ചെയ്യുന്നത്? ദിസ് കേസ് എഗെയിൻ സ്ട്രെങ്തൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ. വീണ്ടും ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ എന്നുള്ള ആശയത്തെ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്ന കേസുകളിലൊന്നാണ് ഇത് മിനർവ മിൽസ് കേസ് 1980 എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ദ ജഡ്ജ്മെൻറ്റ് സ്ട്രക്ക് ഡൗൺ 2 ചേഞ്ചസ് മെയ്ഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബൈ 42nd അമെൻമെൻറ്റ് ആക്ട് 1976 ഡിക്ലെയറിംഗ് ദം ടു വയലേറ്റീവ് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. നമുക്കറിയാം ഒരു എമർജൻസി സമയത്തല്ലേ 1976 42ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നത്. ഏകദേശം 19ഓളം മാറ്റങ്ങളാണ് വരുത്തിയത്. അതിൽ 2 കാര്യങ്ങൾ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നതാണെന്ന് കണ്ടെത്തുകയും പിന്നീട് അത് സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. കൂടാതെ എന്താണ്? ദ ജഡ്ജ്മെൻറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോട്ട് ദ പാർലമെൻറ്റ് ഈസ് സുപ്രീം. അതായത് എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റ് ഒരിക്കലും എന്തല്ല, സുപ്രീം അല്ല എന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യ എന്നുള്ള രാജ്യത്തെ ഏറ്റവും പരമോന്നതമായത് എന്നുള്ള ആശയം കൂടി ഈ കേസിലൂടെ ആരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? മിനർവ മിൽസ് കേസിലൂടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇൻ ദിസ് കേസ് the court added 2 features to the list of the basic structure of the constitution. They were judicial review and balance between fundamental rights and DPSP. കൂടാതെ 2 ആശയങ്ങൾ കൂടി അന്ന് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഒന്ന് ജുഡീഷ്യൽ റിവ്യൂ ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP. എന്താണ് ഈ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് പാർട്ട് 4 ഇതിനെക്കുറിച്ച് പറയുന്നത് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് ഈ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും DPSP നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ആരെയും വയലേറ്റ് ചെയ്യാൻ പാടില്ല, മൗലികാവകാശങ്ങളെ വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏത് എന്ന് വിളിക്കുന്നത്? ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ബാലൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.
and the judges ruled that the limited amending power itself it is a basic feature of the constitution. അതായത് എന്താണ്, പാർലമെൻറ്റിന് എന്ത് കൊടുക്കുന്നത്, ഒരു ലിമിറ്റഡ് അമെൻഡിങ് പവർ കൊടുക്കുന്നതും ഏതിൻ്റെ ഭാഗമാണ്, ബേസിക് ഫീച്ചറിൻ്റെ ഭാഗമാണ് എന്ന് അന്ന് ആര് പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മിനർവ മിൽസ് കേസിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ ഭാഗമാകുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചറിൻ്റെ അല്ലെങ്കിൽ എന്താണ് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വൺ, വുമൻ റാവോ കേസ് 1981 ആണ്. എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ആൾസോ ഡ്രോ എ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഓഫ് April 24, 1973, the date of Keshavananda Bharati judgment, and held that it should not be applied respectively to reopen the validity any amendment to the constitution with a look placed prior to that date. The Keshavananda Bharati case, the petitioner had challenged the Constitution 29th Amendment Act of 1972, which placed the Kerala Land Reforms Act 1963 and the Amending Act into the 9th schedule of the Constitution. അതായത് എന്താണ് ഇവിടെ ചോദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963യും അതുപോലെ തന്നെ എന്താണ് 9th ഷെഡ്യൂളിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു കേസ് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, 29th അമെൻമെൻറ്റ് ആക്ടിനെയും 1972 പാസ്സാക്കിയ 29th അമെൻമെൻറ്റ് ആക്ടിനെയും എന്നാലും ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി ചോദ്യം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഏത്, വാമൻ റാവോ കേസ്. അതിലെന്താണ് പറയുന്നത്, the 9th schedule was added the constitution by the first amendment in 1951 along with the article 31B to provide protective umbrella to the land reforms laws. അതായത് എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾ 31B പ്രകാരമുള്ള എന്താണ് 1951 വന്ന 9th ഷെഡ്യൂൾ എന്താണ്, ലാൻഡ് റിഫോംസിൻ്റെ എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ലയാണ്. ആൻഡ് ദിസ് വാസ് ഡൺ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദം ഫ്രം ബീയിങ് ചലഞ്ച്ഡ് ഇൻ കോർട്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യത്തിൽ അതായത് 9th ഷെഡ്യൂളിൽ ഓക്കെ എന്താണ് 9th ഷെഡ്യൂളിൽ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ അതായത് കോടതി ഇടപെടാൻ പാടില്ല എന്നുണ്ടായിരുന്നു, ഒരു നിയമം ഉണ്ടായിരുന്നു. ആൻഡ് ആർട്ടിക്കിൾ 13 clause 2 says that the state shall not make any law inconsistent with fundamental rights and any law made by contravention of fundamentals shall be void. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 13 clause 2 എന്ത് പറയുന്നുണ്ട്, 13 clause 2 എന്ത് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഏത് നിയമം മൗലികാവകാശത്തിനെതിരായി നിർമ്മിച്ചാലും അതെന്താണ് നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് നൗ ആർട്ടിക്കിൾ 31B protect laws from the above scrutiny. Laws enacted under and placed in the 9th schedule are immune to challenge in a court even they got against fundamental rights. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 31B എന്താണ് പറയുന്നത്, ഇതൊന്നും എന്തല്ല ബാധകമല്ല എന്നുള്ള രീതിയിലാണ്. ഈ ആർട്ടിക്കിൾ 31B എന്നുള്ള സെക്ഷനാണ് ഇത് മൗലികാവകാശത്തിനെതിരല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് പിന്നെ വരുന്നതാണ് ഏത്, ഇന്ദിരാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1992. എന്താണ് ഇന്ദിരാസാനി കേസ് എന്തായിരുന്നു, ദ സുപ്രീം കോർട്ട് എക്സാമിൻ ദ സ്കോപ്പ് ഓഫ് എക്സ്റ്റെൻഡ് ഓഫ് ആർട്ടിക്കിൾ 16 clause 4 വിച്ച് പ്രൊവൈഡ്സ് ഫോർ ദി റിസർവേഷൻ ഓഫ് ജോബ്സ് ഇൻ ഫേവർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. അതായത് ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ റിസർവേഷനുമായി ബന്ധപ്പെട്ടൊരു കേസായിരുന്നു. ആൻഡ് എന്താണ് പറയുന്നത്, ഇറ്റ് upheld the constitutional validity of 27% റിസർവേഷൻ of the OBCs with certain conditions like creamy layer exclusion, no reservation in promotion, total reserved quota should not exceed 50%. അതായത് OBCക്ക് 27% റിസർവേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതിയുടെ മുന്നിലെത്തിയ ചോദ്യം. കോടതി പറയുന്നുണ്ട് അത് ക്രീമി ലെയർ അനുസരിച്ചിട്ടായിരിക്കാം, പക്ഷേ പ്രൊമോഷനിൽ എന്ത് ചെയ്യരുത്, റിസർവേഷൻ കൊടുക്കരുത്. ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത് എത്ര ശതമാനം മാത്രമേ പാടൂ, 50% പാടൂ. അതിൻ്റെ മേൽ എല്ലാവരുടെയും കൂടിയും റിസർവേഷൻ കൂട്ടിയിട്ട് 50% പാടൂ, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത്, കൂടരുത് എന്നുള്ളതാണ്. കാരണം അവിടെ കോടതി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കെന്താണ്, റൂൾ ഓഫ് ലോ എന്നാണ്. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോ ഈസ് സുപ്രീം എന്നുള്ളതാണ്. നമ്മളെ ഭരിക്കുന്നത് ആരാണ്, നിയമമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഏതിൻ്റെ ഭാഗമാണ്, ബേസിക് ഫീച്ചേഴ്സിൻ്റെ ഭാഗമാണ് എന്നും ആര് പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഈ ഇന്ദിരാസാനി ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇത് SR ബൊമ്മൈ കേസ് 1994 ഓക്കെ. ഇൻ ദിസ് ജഡ്ജ്മെൻറ്റ് ദ സുപ്രീം കോർട്ട് ട്രൈ ടു കർബ് ദ ബൾനെറ്റ് മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 356. എന്താണ് ആർട്ടിക്കിൾ 356 എന്താണ് നമുക്കറിയാം,
ആർട്ടിക്കിൾ 356 എന്ന് വിളിക്കുന്നത് എന്താണ്? പ്രസിഡന്റ് റൂളാണ് അല്ലേ? എന്താണ്? പ്രസിഡന്റ് റൂൾ അഥവാ സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ വിളിക്കാം. ഓക്കെ, സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ. ഈ സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസായിരുന്നു ഏത്? SR ബൊമ്മൈ കേസ് എന്ന് വിളിക്കുന്നത്. അന്ന് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെത്തുന്നുണ്ട്. എന്താണ്? പലപ്പോഴും അനാവശ്യമായിട്ട് എന്ത് ചുമത്തുന്നുണ്ട്? സംസ്ഥാനങ്ങളിൽ, സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടിയന്തരാവസ്ഥ ചുമത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അത് ഏതിൻ്റെ ലംഘനമാണ്? ബേസിക് ഫീച്ചറിൻ്റെ അല്ലെങ്കിൽ ബേസിക് ഡോക്ടറിൻ്റെ എന്താണ്? ലംഘനമാണ് എന്ന് കണ്ടെത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. എന്ത് പറയുന്നുണ്ട്? ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പോളിസീസ് ഓഫ് എ സ്റ്റേറ്റ് government directed against the element of the basic structure of the constitution would be a valid ground the exercise of the central power under article 356. അതായത് ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റിൽ എമർജൻസി ചുമത്തണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ റീസൺ ആവശ്യമാണ് എന്നാര് പറഞ്ഞു വയ്ക്കുന്നുണ്ട്? അന്ന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്താണ് പറഞ്ഞു വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ബേസിക് ഫീച്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞ് വന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാനിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത് കൂടാതെ ഇന്ന് ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ബേസിക് ഫീച്ചറായി കണക്കാക്കുന്നത്? നമുക്ക് നോക്കാം. നമുക്കറിയാം സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ്? സോവറിൻ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ട്, അത് നമ്മൾ കേശവാനന്ദ ഭാരതി പറഞ്ഞാണ്. അതുപോലെ തന്നെ സെക്കുലർ ക്യാരക്ടർ ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അല്ലേ? നമ്മുടെ ചെക്ക് ആൻഡ് ബാലൻസ് വരുന്നുണ്ട്. ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ ഉണ്ട്. വെൽഫെയർ സ്റ്റേറ്റ്, അതായത് സോഷ്യോ ഇക്കോണമിക് ജസ്റ്റിസ്, ജുഡീഷ്യൽ റിവ്യൂ, ഇതിനൊക്കെ നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്? ബേസിക് സ്ട്രക്ചറിൻ്റെ. കൂടാതെ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി, അതായത് എന്താണ്? സ്വകാര്യത സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റം അല്ലേ? അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ. ഞാനിപ്പോൾ പറഞ്ഞാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ് എന്നുള്ളതാണ്. അതായത് ആദ്യകാലങ്ങളിലെ ആശയം എന്ന് വിളിക്കുന്നത് ലെക്സ് ഈസ് റെക്സ് എന്നായിരുന്നു. എന്താണ് ലെക്സ് ഈസ് റെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പറയുക കിങ് ഈസ് ദ ലോ എന്നാണ്. കിങ് ഈസ് ദ ലോ, അതായത് രാജാവ് പറയുന്നതാണ് എന്ത്? നിയമം. അതാണ് മാറ്റം വന്ന് റൂൾ ഓഫ് ലോ ആവുന്നത്. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെക്സ് ഈസ് ലെക്സ് എന്ന, അതായത് എന്താണ്? ഇപ്പം നമ്മൾ പറയുന്ന ആശയമാണ് എന്ത്? ലോ ഈസ് ദ കിങ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? ലോ ഈസ് ദ കിങ്. രാജാവ് പറയുന്നതല്ല നിയമം, നിയമമാണ് എന്ത്? രാജാവ് എന്നുള്ള ആശയമാണ്. അതുപോലെ തന്നെ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള എന്താണ്? ഒരു ബാലൻസ്. അതുപോലെ തന്നെ ഈക്വാലിറ്റി. അതുപോലെ തന്നെ എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അല്ലേ? അതുപോലെ തന്നെ ലിമിറ്റഡ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പാർലമെൻറ്റിന് തോന്നുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതിനെന്തുണ്ട്? ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എഫക്റ്റീവ് ആക്സസ് ടു ജസ്റ്റിസ്, അതായത് ഓരോ വ്യക്തിക്കും എന്നുള്ള അവകാശമുണ്ട്, നീതി കിട്ടാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്? ബേസിക് സ്ട്രക്ചറായിട്ട്. കൂടാതെ പ്രിൻസിപ്പിൾസ് ഓഫ് എസൻസ് ഓഫ് അണ്ടർലൈയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് സുപ്രീം കോർട്ടിൻ്റെ അതുപോലെ തന്നെ ഹൈക്കോർട്ടിൻ്റെ ഒക്കെ അധികാരങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ 32 ആവാം, അല്ലെങ്കിൽ 136 ആവാം, 141 ആവാം. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? നമ്മുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 142 ആവാം. അതുപോലെ തന്നെ ഹൈക്കോർട്ടിൻ്റെ അധികാരങ്ങളായ ആർട്ടിക്കിൾ 226, അതുപോലെ തന്നെ 227. ഓക്കെ, 226ഉം 227 ഏതിൻ്റെ ഭാഗമാണ്? ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിലവിൽ ഞാൻ ഈ തന്ന ലിസ്റ്റ് വരെയാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ബേസിക് സ്ട്രക്ചറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ. ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളും എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അന്തസത്ത എന്ന് നമ്മൾ വിചാരിക്കുന്നതുമായ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 April 24 എന്നുള്ള ജഡ്ജ്മെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്?
ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയത്തിന് എന്ത് ചെയ്യുന്നത് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ എന്നുള്ളൊരു വാക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. താങ്ക് യു.